പരമകാരുണികനായ നമ്മുടെ കർത്താവിൻ്റെ ധന്യമായ തിരുനാമത്തിന് വാഴ്വുകൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും കുടുംബങ്ങൾക്കും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലകളായ വിശുദ്ധന്മാർക്കും നസറായനായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ആദരവോടെ അറിയിക്കുന്നു. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ കൂട്ടായ്മ നമ്മുടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാകുവാൻ കാരണമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തീയ ആത്മീയത കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതചിന്തയല്ല, പകരം അതൊരു ബന്ധമാണ്. സ്തോത്രം. പാപം നിമിത്തം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും അറ്റുപോയ മനുഷ്യകുലം ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറിയ മനുഷ്യർ നാമൊക്കെ അങ്ങനെയായിരുന്നു. സ്തോത്രം. പക്ഷേ കർത്താവായ യേശുവിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. ആ നിരപ്പിലൂടെയാണ്, ആ ബന്ധത്തിൻ്റെ വിളക്കിച്ചേർക്കലിലാണ് നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. അതിനെ വീണ്ടും ജനനമെന്നും ആത്മീയ ജനനമെന്നും പുതുജനനമെന്നും ഒക്കെ വിളിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവന്റെ തുടക്കം ജനനത്തിലൂടെ എന്നതുപോലെ നമ്മുടെ ആത്മീയ ജീവന്റെ തുടക്കവും ആത്മീയ ജനനത്തിലൂടെ, പുതുജനനത്തിലൂടെ, വീണ്ടും ജനനത്തിലൂടെ, ആ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം, റീഎസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ദൈവവും മനുഷ്യനും തമ്മിൽ മനുഷ്യന്റെ പാപം നിമിത്തം അകന്നുപോയ, ശത്രുത്വത്തിലേക്ക് ആയിപ്പോയ ബന്ധത്തെ നിരപ്പിലൂടെ ഒന്നാക്കി തീർക്കുന്ന അവസ്ഥ, അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ആ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക്, അതിൻ്റെ ആഴത്തിലുള്ള വളർച്ചയ്ക്ക് ഒക്കെ കാരണമാകട്ടെ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നാം ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലെ ശക്തീകരണത്തിന് കാരണമാകട്ടെ എന്ന്. സ്തോത്രം. നമ്മുടെ ഇടയിൽ പലപ്പോഴും ആ ഒരു ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള സന്ദേശങ്ങൾ, പഠിപ്പീരുകൾ വളരെ കുറവാണ് കേൾക്കാൻ സാധിക്കാറ്. നമ്മൾ ആ ഒരു ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് അതിനാണ്. അത് മറന്നു പോകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ബന്ധത്തിൻ്റെ ആ ഒരു തുടക്കം നമ്മൾ ഇന്നലെ കണ്ടു. സ്തോത്രം. നമുക്ക് ദൈവഭവനത്തിലേക്ക് ഒരു ദത്തെടുപ്പ് ലഭിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ. ക്രിസ്തു ദൈവപുത്രൻ ആയിരിക്കൊണ്ട് ബാക്കി എല്ലാവരെക്കാളും യേശു ശ്രേഷ്ഠൻ. യേശുവിൻ്റെ ശ്രേഷ്ഠതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് നാം ആ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രവാചകന്മാരെക്കാളും യേശു ശ്രേഷ്ഠനായിരിക്കുന്നത് തൻ പുത്രൻ എന്ന നിലയിലാണ്. പിതാവിനെ വെളിപ്പെടുത്തി എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ്. എന്നാൽ പുത്രനായിരിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകന്മാരെക്കാൾ യേശുവിനെ ശ്രേഷ്ഠനാക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ദൂതന്മാരെക്കാളും യേശുവിനെ ശ്രേഷ്ഠനാക്കുന്നത്. സ്തോത്രം.
ശ്രേഷ്ഠനാക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിന്റെ, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 3 ഹീബ്രൂസ് 3 ഇനീഷ്യൽ വേഴ്സസ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. അടുത്ത വാക്യവും കൂടെ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. 3-ാം വാക്യം. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. സ്തോത്രം. കാരണമോ? 5-ഉം 6-ഉം കൂടെ. അവന്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. കണ്ടോ? നാം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 2-ാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായിരിക്കുവാൻ പ്രധാന കാരണം തൻ്റെ പുത്രത്വമാണെന്ന് കണ്ടു. 4 മുതൽ 13 വരെ 1-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായിരിക്കാനും അത് തന്നെയാണ് കാരണം. ഏത്? ദൈവപുത്രൻ ആയിരിക്കുന്നു. ഇവിടെ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ മോശയേക്കാൾ യേശു യോഗ്യൻ, അധികം ശ്രേഷ്ഠൻ. സ്തോത്രം. അധികം മാനം ഉള്ളവൻ. സ്തോത്രം. മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതിന് കാരണം 5-ഉം 6-ഉം വാക്യങ്ങളിൽ പറയുന്നു, മോശ ദൈവഭവനത്തിൽ ഭൃത്യനായിരുന്നെങ്കിൽ യേശു ആ ദൈവഭവനത്തിന്റെ ഉടയവനാണ്, ആ ഉടയവന്റെ പുത്രനാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ എല്ലാം നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിന്റെ മഹത്വം. വളരെ ആവർത്തിച്ച് വേദപുസ്തകം, വിശേഷാൽ പുതിയ നിയമം, യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ 2 പ്രധാന പേരുകൾ യേശുവിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. 1 ഏകജാതനായ പുത്രൻ, 2 ആദ്യജാതനായ പുത്രൻ. ഏകജാതൻ എന്നുള്ളത് നമ്മൾ 2-ാം വാക്യം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. ആദ്യജാതൻ എന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചു. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രൻ. ആ പുത്രൻ മുഖാന്തരം നമുക്കും എന്ത് ലഭിച്ചു? പുത്രത്വം. യേശു ദൈവത്തിൻ്റെ നിത്യപുത്രൻ, ഏകജാതനും ആദ്യജാതനുമായിരിക്കുന്നു. സ്തോത്രം. എന്നാൽ നാം ഒക്കെ ദൈവത്തിൻ്റെ ദത്തുപുത്രന്മാർ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കാൺമീൻ, 1 യോഹന്നാൻ 3:1, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പദവി നാമും ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു എന്നുള്ളതാണ്. ഓർമ്മയുണ്ടല്ലോ, ദൈവമക്കളായ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അധികാരം എന്നുള്ളത് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള അധികാരമാണ്. സ്തോത്രം. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള അധികാരമാണ്. കാണുന്നവരെല്ലാം
നമ്മളെ പപ്പാന്നും മമ്മിന്നും വിളിക്കാനൊന്നും നമ്മൾ അനുവദിക്കത്തില്ല. സ്തോത്രം. അനുവദിക്കത്തില്ല. എന്നാ പപ്പാന്നും മമ്മിന്നും വിളിക്കുന്നത് നല്ലതാണല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പുത്രത്വത്തിൻ്റെ പദവി ഏറെ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ബന്ധം, പിതൃപുത്ര ബന്ധത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സ്തോത്രം. ഇസ്രായേൽ മക്കളോടും ദൈവം കൽപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത ഒരു കാര്യമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രീ പുത്രന്മാരും ആയിത്തീരുക എന്നുള്ളത്. അതാണ് അതൊരു വിലയേറിയ വാഗ്ദത്തമായിട്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പ്രതിപാദിക്കുന്നത്. നമുക്ക് പരിചയമുള്ള വാക്യമാണ് 2 Corinthians 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമ്മളിതും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മ വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അല്പം കോൾഡിൻ്റെ പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണേ. ഇവിടെ പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് നമുക്ക് ഉള്ളത് കൊണ്ട്. എന്തൊക്കെയാ വാഗ്ദത്തങ്ങൾ? അതിൻ്റെ 6-ാം അധ്യായത്തിലാണ് നാം അതേക്കുറിച്ച് കാണുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 16 മുതൽ, മലയാളത്തിൽ 16 മുതൽ, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ബൈബിളിനകത്ത് 17 വാക്യങ്ങളാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പുതിയ പ്രിന്റുകളൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും. മറ്റു ഭാഷകളിൽ, ഇംഗ്ലീഷിൽ എത്ര വാക്യങ്ങളുണ്ട് 6-ാമത്തെ അധ്യായത്തിൽ? 18. ഓക്കെ. മലയാളത്തിൽ 17 ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ 16-ാമത്തെ വാക്യം 2ആയിട്ടായിരിക്കും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ്. ഏതായാലും മലയാളത്തിൽ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം പകുതി, ആദ്യത്തെ പകുതിയിലുമുണ്ട്, പക്ഷെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് നമുക്ക് 2-ാം പകുതിയാണ് നോക്കുന്നത്. എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് വായിച്ചോളൂ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതല്ലേ? അതല്ലോ. 16-ന്റെ 2-ാം പകുതി എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷിൽ അത് 17 and 18 ആണ്. സോറി, ഇംഗ്ലീഷിൽ 17-18 വേണോ? ഓക്കെ. മലയാളത്തിലും 17ഉം 18ഉം ചില പുതിയ പ്രിന്റിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. പഴയതിനകത്ത് 17 വാക്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് 16-ലാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ വായിച്ചത് മിക്കവാറും 17-ാം വാക്യവും 18ഉം കൂടെ ആയിരിക്കും. വാക്യങ്ങളെല്ലാം ഉണ്ട്, ഈ അക്കം ഇട്ടതിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് ദൈവനിശ്വാസീയതയൊന്നും അല്ല കേട്ടോ. ഈ ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒന്നും ദൈവനിശ്വാസീയമായ കാര്യങ്ങളല്ല, ദൈവവചനമാണ്. അതുകൊണ്ട് അധ്യായത്തിലും വാക്യത്തിലും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അതൊന്നും ഒരു ദൈവ നിശ്വാസീയതയ്ക്ക് കോട്ടമല്ല എന്ന് അറിയാൻ വേണ്ടി അത്രയും പറഞ്ഞു വന്നേ ഉള്ളൂ. സ്തോത്രം.
അപ്പം നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിൽ കണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം യിരെമ്യാവ് 31:1 വാക്യം, ജെറമായ 31:1. ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സ്തോത്രം. അതിൻ്റെ 9 വാക്യവും കൂടെ. യെരമ്യാവ്, യാ ഞാൻ ഇസ്രായേലിന്റെ പിതാവും എഫ്രയീം എന്റെ ആദിജാതനുമല്ലോ. ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണിത്. ഇസ്രായേൽ ദൈവത്തിന് ജനവും, ദൈവം അവർക്ക് ദൈവവും, യഹോവ അവർക്ക് ദൈവവും. ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കളും, ദൈവം ഇസ്രായേലിന് പിതാവും. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പദവി, ധൈര്യവും ഉണ്ടായിരുന്നില്ല. നമുക്കതറിയാം. ആ പദവി നമുക്കാണ് ലഭിച്ചത്, ജാതികളായ നമുക്ക്, പുറജാതിക്കാരായിരുന്ന നമുക്ക്. എഫേസ്യർ 2:11 മുതലുള്ള വാക്യാടിസ്ഥാനത്തിൽ ക്രിസ്തുവിനോട് ബന്ധമില്ലാതിരുന്ന, ദൈവമില്ലാതിരുന്ന, പ്രത്യാശയില്ലാതിരുന്ന ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമുക്കാണ് ഈ പദവി ലഭിച്ചത്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പദവി. അത് ദൈവപുത്രനായി ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായതാണ്. സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായതാണ്. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രൻ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ നയിച്ചത് മോശയായിരുന്നു മാനുഷികമായി. ആ മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ ദൈവത്തിൻ്റെ മക്കൾ എന്ന പുത്രത്വത്തിലേക്ക് നടത്താൻ സാധ്യമല്ലായിരുന്നു. കാരണം He wasn't God's son. he himself was not son. He was a servant. We read from chapter 3 of Hebrews. എബ്രായർ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചായിരുന്നു. മോശ ദൈവഭവനത്തിലൊക്കെ ഭൃത്യനായിരുന്നു. He himself was a Brithian servant. He could not bring people under him to sonship. താൻ തന്നെ ഭൃത്യനായിരിക്കെ താൻ നയിക്കുന്ന ജനത്തെ പുത്രത്വത്തിലേക്ക് നയിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മെ നയിക്കുന്നത് യേശുക്രിസ്തുവാണ്. നമ്മുടെ നായകൻ മോശയല്ല, യേശുവാ. നമ്മുടെ മഹാപുരോഹിതൻ അഹരോനല്ല, യേശുവാണ്. സ്തോത്രം. നമ്മുടെ രാജാവ് ദാവീദല്ല, ദാവീദ് പുത്രനാണ്. സ്തോത്രം. അപ്പോൾ യേശു നമ്മെ നയിക്കുമ്പോൾ, യേശു നമ്മുടെ നായകനായിരിക്കുമ്പോൾ, സ്തോത്രം, 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം തൽക്കാലത്തേക്കൊന്ന് വായിച്ചോളൂ. നമ്മൾ അതിലേക്ക് പിന്നീട് വരുന്നുണ്ടല്ലോ. ഹീബ്രൂസ് 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആ അവരുടെ യാ മ്യൂട്ടായി തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കണ്ടോ, അവിടെ യേശുവിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് നായകൻ. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പാസിംഗ് റെഫറൻസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. യേശുവിനെ അവിടെ വിളിക്കുന്നത് രക്ഷാനായകൻ, ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ നായകനായിരിക്കുന്നത്, നമ്മുടെ കപ്താൻ, നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് യേശുവാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് യേശു നയിക്കുന്ന നമുക്ക് യേശുവിൻ്റെ പദവി വരെ എത്താൻ പറ്റും. അല്ലെങ്കിൽ ക്രിസ്തുവിന് നമ്മെ തൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റും. മോശയ്ക്ക് ജനത്തെ മോശയുടെ നിലവാരത്തിനപ്പുറത്തേക്ക് ഉയർത്താൻ കഴിയില്ലായിരുന്നു. യേശുക്രിസ്തുവിന് ക്രിസ്തു നയിക്കുന്ന തൻ്റെ ജനത്തെ തൻ്റെ നിലവാരത്തിലേക്ക്, പദവിയിലേക്ക് ഉയർത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ പദ്ധതിയും അതായിരുന്നല്ലോ. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അനേകം പുത്രന്മാരെ, കണ്ടോ, പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, നടത്തുമ്പോൾ. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രൻ ആയിരിക്കുന്നു എന്നത് ക്രിസ്തുവിനെ നമുക്ക് ദൈവമായി ആരാധിക്കുവാൻ കാരണം തരുന്നു എന്നതോടൊപ്പം ക്രിസ്തു ആയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരെന്ന പദവിയിലേക്ക് നമുക്ക് എത്തുന്നതിന് മുഖാന്തരവും കൂടെയാകുന്നു. സ്തോത്രം. Since Jesus, our captain, the captain of our salvation, is the Son of God, there are two things. One, that prompts us to worship Jesus as God. Being Son of God, he is God himself. And therefore, we need to worship him as God. We should and we can. And second aspect, that is an aspect of joy, that since Christ is the Son of God, he brings us also to the same standard or position or privilege of God's sons and daughters. സ്തോത്രം. അപ്പോൾ യേശു ദൈവപുത്രനാകയാൽ നമ്മുടെ ആരാധന ദൈവമായി യേശു അർഹിക്കുന്നു. ഒപ്പം നമുക്കേറെ സന്തോഷിപ്പാനും വകയുള്ളത്, യേശു പുത്രനായിരിക്കയാൽ നമ്മെയും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കാൻ, ആ പദവിയിലേക്ക് എത്തിക്കാൻ യേശുക്രിസ്തുവിന് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ നാമും ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിലാണ് ദൈവം നമ്മെ സ്വീകരിക്കുന്നത്. In Christ, the Father accepts us. That acceptance, ക്രിസ്തീയ രക്ഷാശാസ്ത്രത്തിൽ അക്സെപ്റ്റൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. God the Father accepted us in Christ into his family. സ്തോത്രം. നാം ഇന്ന് ദൈവത്തിൻ്റെ ഭവനക്കാരാണ്.
ദൈവത്തിൻ്റെ ഭവനക്കാരാ. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമായിരിക്കുന്നത്. സ്തോത്രം. ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ്, ബിക്കോസ് we have a common Father, God the Father in Christ Jesus. Praise God. സ്തോത്രം. നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഇത് മതിയല്ലോ. അപ്പോൾ അതാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. Christ is superior to prophets, angels, Moses-like leaders, solely because or mainly because he is the Son of God. Stotra. Being the Son, he is so much related to the Father. Being the Son, he has the same characteristics of the Father. Being the Son, a third thing, he has the full rights and authority of the Father. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കാര്യങ്ങളാണ് കണ്ടിരുന്നത്. കർത്താവായ യേശു പുത്രൻ എന്ന നിലയിൽ പിതാവിനോട് നിലനിർത്തുന്ന ബന്ധം, റിലേഷൻഷിപ്പ്. 2 ക്യാരക്ടറിസ്റ്റിക്സ്. പുത്രൻ എന്ന നിലയിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രകൃതം, സ്വഭാവം ഉള്ളവനായിരിക്കുന്നു. സ്തോത്രം. മൂന്നാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇത് രണ്ടും നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. മൂന്നാമത്, യേശു ദൈവപുത്രൻ എന്ന നിലയിൽ ദൈവത്തിനുള്ള മുഴുവൻ പദവികളും അധികാരങ്ങളും ഉൾക്കൊള്ളുന്നു. As the Son, he holds all the positions, privileges, rights, authorities. Stotram. Praise God. പുത്രൻ എന്ന നിലയിൽ പിതാവിനുള്ള മുഴുവൻ പദവികളും അവകാശങ്ങളും അധികാരങ്ങളും പുത്രനുണ്ട്, യേശുവിനുണ്ട്. അതാണ് അതിലേറ്റവും വലിയ 2 കാര്യങ്ങൾ. സ്തോത്രം. റൈറ്റ് ആൻഡ് അതോറിറ്റി. ഏറ്റവും വലിയ റൈറ്റ്, the right to be worshipped, the right to receive honor and worship. And authority is the authority to forgive sins. യേശു ദൈവപുത്രൻ എന്ന നിലയിൽ പിതാവിൻ്റെ മുഴുവൻ അവകാശങ്ങളും അധികാരങ്ങളും പുത്രനുണ്ടെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. മുഴുവൻ അധികാരങ്ങളും അവകാശങ്ങളും. എന്താണ് യേശുക്രിസ്തുവിന് ദൈവപുത്രൻ എന്ന നിലയിലെ ഏറ്റവും വലിയ അവകാശം, റൈറ്റ് എന്ന് പറയുന്നത്? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം എന്ന് വെച്ചാൽ
ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്വത്തിൻ്റെ പദവി അഥവാ അവകാശം എന്താണ്? ആരാധനയാണ്. ദൈവപുത്രൻ്റെത് മാറ്റിവെക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ റൈറ്റ്, the utmost right of God, whoever it be, ആരുമായിക്കൊള്ളട്ടെ ദൈവം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അവകാശം. ഒത്തിരി അവകാശങ്ങളൊക്കെ ഉണ്ട്, നമ്മളതിൽ ഏറ്റവും വലുത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവിടെ. കാരണം നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമല്ല ഇവിടെ നടത്തുന്നത്. ക്രിസ്തു ദൈവപുത്രൻ എന്ന പദവിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമേ എടുക്കുന്നുള്ളൂ. യേശു ദൈവമായിരിക്കയാൽ ദൈവത്തിന് ഏറ്റവും അധികമായിട്ട് ഉള്ള അവകാശം, ദൈവത്തിന് ഏറ്റവും അധികമായി പരമമായി ലഭിക്കേണ്ടത് ആരാധനയാണ്, സ്തുതിയാണ്, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനുള്ള മുഴുവൻ പദവികളും അവകാശങ്ങളും ക്രിസ്തുവിന് ദൈവപുത്രൻ എന്ന നിലയിൽ ഉള്ളപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അവകാശം ആരാധിക്കപ്പെടാനുള്ള അവകാശമാണ്. The right to be worshipped. The right to be worshipped. ആരാധിക്കപ്പെടുന്നതിനുള്ള അവകാശം. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും, അല്ലെങ്കിൽ വണങ്ങും. എല്ലാ നാവും ഏറ്റുപറയും യേശു കർത്താവ്. അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചനയാണ് എബ്രായർ 1:6 നമ്മൾ വായിക്കുന്നത്. 1:6, ഹീബ്രൂസ് 1:6. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. This is an unbreakable declaration or commandment of the God of the universe. A commandment that should be obeyed without an option of disobedience. No option, but only one single option to abide by. ഒരു തീർപ്പ് ദൈവം കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അത് ഇഷ്ടമുണ്ടെങ്കിലാകാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന ഒരു സാധ്യതയില്ലാതെ, ഓപ്ഷൻ ഇല്ലാതെ. തമിഴിൽ പറയുന്നത് പോലെ കണ്ടിപ്പ, ഉറപ്പായിട്ടും അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചേ പറ്റൂ എന്നൊന്നുമല്ല, അനുസരിച്ചിരിക്കും. മിലിറ്ററി ഭാഷയാ. യു വിൽ ഡു ഇറ്റ്. യു ഷുഡ് എന്നൊന്നും പറയത്തില്ല, യു വിൽ ഡു ഇറ്റ്. ആവിയെ കരേക, ആബുദർ ജായക. പട്ടാള ഭാഷ അത്. നിങ്ങൾ ചെയ്തിരിക്കും. സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തു ആരാധനയ്ക്ക് അവകാശി, അർഹൻ. ഹി ഈസ് വർതി ഓഫ് വർഷിപ്പ്.
just as the Father is worthy of worship. സ്തോത്രം. ദൈവം ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയാതെ തന്നെ ദൈവം എന്ന് പറയുന്ന ആ ആളത്വത്തെ ചിലർ അതിനെ ശക്തി എന്നാണ് വിളിക്കുന്നത്. തൽക്കാലം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുക. ദൈവം എന്ന ആ സങ്കല്പത്തെ, ദൈവം എന്ന ആളത്വത്തെ, ദൈവം എന്ന ആ ശക്തിയെ, എല്ലാം ഇൻവെർട്ടഡ് കോമയിലാണ് സാധാരണ ആൾക്കാരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്. ദൈവസങ്കല്പം, ദൈവമെന്ന ശക്തി, ദൈവമെന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പം ദൈവം എന്ന ആ ഒരു സങ്കല്പത്തെ, ആളത്വത്തെ, വ്യക്തിത്വത്തെ, ശക്തിയെ കുമ്പിടാനും ആരാധിക്കാനും മനുഷ്യർക്ക് ഒരു പ്രയാസവും ഇല്ല. സാത്താന്മാർ പോലും, സാത്താന്മാർ എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കൾ ഉൾപ്പെടെയുള്ള, ലൂസിഫർ ഉൾപ്പെടെയുള്ള മുഴുവൻ സാത്താന്യ സേനകളും പോലും അത് ചെയ്യും. അതുകൊണ്ടാണല്ലോ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ദുരാത്മബാധിതർ, അവരിൽ ഉണ്ടായിരുന്ന ദുരാത്മാക്കൾ യേശുവിനോട് അലറി വിളിച്ചു പറഞ്ഞത്, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് അവനെ കുമ്പിടുമായിരുന്നത്. എഫെസോസിൽ പൗലോസ്ലീഹ ചെന്നപ്പോൾ അവിടുത്തെ മന്ത്രവാദികളോട് ദുരാത്മബാധിതനെ വിളിച്ചു പറഞ്ഞതും, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്കറിയാം, നീ ആരാന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ മേൽ ചാടി വീണതൊക്കെ. അപ്പം ദുരാത്മാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ദൈവത്തെ കുമ്പിടാൻ തയ്യാറാ, ദൈവത്തിന്റെ ദൈവത്വത്തെ അംഗീകരിപ്പാൻ തയ്യാറാ. പക്ഷെ മനുഷ്യർ ഉൾപ്പെടെ ഉള്ളവർ യേശുവിനെ ദൈവമായി കാണാൻ വിസമ്മതിക്കുന്നവരാണ്. ക്രൈസ്തവരെന്ന് പറയുന്ന ചില സംഘങ്ങൾ പോലും യേശുവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു. ക്രൈസ്തവ സമൂഹങ്ങൾ തന്നെ അങ്ങനെ ഉള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ യേശു ദൈവപുത്രൻ എന്ന നിലയിൽ സകലരുടെയും ആരാധ്യനാകുവാൻ യോഗ്യനാണ്. ഇന്ന് മനുഷ്യരുടെ കാര്യം പറയാം. ജീവനോടിരിക്കുമ്പോൾ സുബോധത്തോടെയും മനഃപൂർവമായും യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവര് പോലും ഒരു നാൾ നിർബന്ധത്താൽ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചിരിക്കും. അത് ദൂതന്മാരിൽ നിന്ന് ഭയങ്കരം, പണ്ട് പാമ്പിനെ അടിക്കുന്ന ചൂരവടി ഉണ്ടായിരുന്നു നാട്ടിൽ, അറിയാമായിരിക്കും. പിള്ളേരെ അടിക്കുന്ന ചൂരവടിയുണ്ട്, പോത്തിനെ അടിക്കുന്ന വടിയുണ്ട്, ഇത് പാമ്പിനെ അടിക്കുന്ന ചൂരലുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ചൂരവടിയും കൊണ്ടൊന്നും നിന്ന് ഈ പാപികളായവരെ ദൂതന്മാരാരും അടിച്ചു പറയിപ്പിക്കുന്നതല്ല. നിത്യതയിൽ എത്തുമ്പോൾ ന്യായവിധി നാളിൽ അവർക്ക് ബോധ്യമാകും യേശു ദൈവം തന്നെ എന്ന്. അന്നേരം ആരുടെയും പ്രേരണ കൂടാതെ, നിർബന്ധത്താൽ എന്ന് പറഞ്ഞത് അവരുടെ തന്നെ മനസാക്ഷിയുടെ നിർബന്ധത്താൽ യേശുവിൻ്റെ മുമ്പാകെ വീണ് കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏറ്റുപറയും, യേശു കർത്താവ്. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന നിലയിൽ, സ്തോത്രം, ഏറ്റവും വലിയ അവകാശം ആരാധനയ്ക്കാണ്. The utmost right Jesus deserves as the Son of God is the right to be worshipped. രണ്ടാമത് കണ്ടത്
അധികാരമാണ്. അധികാരം. The utmost authority Jesus holds as Son of God. Son of God means God himself, equal to God. Is the right to forgive. Is the right to forgive. Or the authority to forgive. ക്ഷമിക്കുന്നതിന്, പാപങ്ങൾ ക്ഷമിക്കുന്നതിനുള്ള അധികാരമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അവകാശം ആരാധനയും അധികാരം പാപങ്ങൾ ക്ഷമിക്കുന്നതുമാണ്. യേശു ദൈവപുത്രൻ എന്ന നിലയിൽ സ്തോത്രം പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ളവനാണ്. പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ളവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ന്യായവിധി എല്ലാം യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണെങ്കിലും യോഹന്നാൻ 5:25 മുതൽക്കുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ടല്ലോ. സ്തോത്രം. ഒന്നും കൂടെ നമുക്കതൊന്ന് വായിച്ചേക്കാം. 5-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. 5:27 ജോൺ. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. കാരണം അതാണ്. ഉദ്ദേശം 23 the purpose. 23-ാമത്തെ വാക്യം. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഓക്കെ, 22 കൂടെ ചേർത്ത് വായിച്ചോളൂ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സ്തോത്രം. നാം അവിടെ കാണുന്നത് ഈ 3 വാക്യങ്ങളിലായി യേശുക്രിസ്തുവിന് ന്യായവിധിയുടെ അധികാരം കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണവും ഉദ്ദേശവും നാം അവിടെ കാണുകയാണ്. സ്തോത്രം. കാരണം യേശു മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. ഉദ്ദേശം പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കുക. പുത്രനെ ബഹുമാനിക്കാത്തവൻ പുത്രനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു പക്ഷപാതക്കാരന്റെ കാര്യം കാണുന്നുണ്ട്. 1-ാമത്തെ വാക്യം തൊട്ട് 12 വരെ 4 ആൾ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരൻ. A paralytic man brought to Jesus by 4 people. കട്ടിലോടുകൂടെ റൂഫ് പൊളിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വെച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഭാഗത്തേക്ക്
പോയതേ ഉള്ളൂ. യേശുക്രിസ്തു ആ പക്ഷപാതക്കാരനോട് ആദ്യം എന്താ പറഞ്ഞേ? Son, your son's sins are forgiven. യെസ്, സ്തോത്രം. ആ 2:5 വാക്യം, 2:5. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷപാതക്കാരൻ, പാരലിറ്റിക് മാൻ, പരിശ്ചിതം കിടപ്പ, അവനെ സൗഖ്യമാക്കേണ്ടതിന് പകരം യേശു അവനോട് ആദ്യം പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ടിട്ട് ആൾക്കാർക്ക് 6 വാക്യം, 6-7. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിവുള്ളവൻ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ദൈവം എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അധികാരം പാപമോചനത്തിനുള്ള അധികാരമാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ ഈ അധികാരം ആർക്കുണ്ട്? യേശുവിനുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ ഏറ്റവും വലിയ അധികാരം ലാസറിനെ ഉയർപ്പിച്ചതിലോ കാലാവസ്ഥയെ നിയന്ത്രിച്ചതിലോ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയതിലോ ഒന്നുമല്ല. ഈവൻ ഗദരദേശത്തെ 6000 ഭൂതങ്ങൾ കുടികൊണ്ടിരുന്ന ആ ഭൂതഗ്രസ്തനെ ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കിയതിലുമല്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ അധികാരം വെളിപ്പെട്ടത് ഈ മേഖലകളിലൊന്നുമല്ല. പകരം ഇവിടെയാ. എവിടെ? ദൈവത്തിന് മാത്രമുള്ള അധികാരം യേശു ഉപയോഗിച്ചു. ഒന്നല്ല, പല പ്രാവശ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. തളർവാദ രോഗിയായി 4 പേര് ഒരുപക്ഷെ കട്ടിലോട് അല്ലെങ്കിൽ കിടക്കയോടെ, കട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞതാണ്, കിടക്കയോടെ ചുമന്നുകൊണ്ടുവന്ന് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശു ഇരുന്നിടത്തേക്ക് മുകളിൽ നിന്ന് കയറേൽ കെട്ടിയിറക്കി. ആ മനുഷ്യനോട് യേശു ആദ്യം പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കേട്ട യഹൂദ പ്രമാണിമാർക്ക് രസിച്ചില്ല, രസിച്ചുമില്ല, ദഹിച്ചുമില്ല. ദൈവത്തിന് മാത്രമല്ലാതെ പാപങ്ങളെ ക്ഷമിക്കാൻ ആർക്കാ അധികാരം? ഇവൻ ദൈവദൂഷണമാ പറയുന്നേ. He's blaspheming. This was what the comments by the Jewish leaders. They were theologians in our language. യഹൂദ വേദശാസ്ത്രികളാണ് അവര്, തിയോളജിയൻസാ. യേശു അവരുടെ ഹൃദയവിചാരം അറിഞ്ഞു. എന്നിട്ട് കർത്താവ് അവരോട് ചോദിച്ചു. സ്തോത്രം. 9 വാക്യം, വേഴ്സ് 9. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. അവരോട്, ഈ യഹൂദ പ്രമാണികളോട്, ശാസ്ത്രിമാരോടൊക്കെയാ ചോദിച്ചത്, ഇതിലേതാ എളുപ്പം? നമ്മുടെ ചിന്തയിൽ എളുപ്പം ഏതാ? കിടക്കെടുത്ത് നടക്കാൻ. അതെങ്ങനെ എളുപ്പമാകുന്നേ? പറയാൻ എളുപ്പമാ, എഴുന്നേറ്റ് നടന്നില്ലെങ്കിലോ? പക്ഷേ പാപം ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ സംഗതി? To say it is easy. Yeah, it
To say it is easy. അല്ലെ പിന്നെ വയ്യാത്ത മനുഷ്യനെ കിടക്ക എടുത്തോണ്ട് കൂടെ നടക്കണമല്ലോ. അതെ. അപ്പം കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ ദൃഷ്ടിയിൽ എളുപ്പം ഈ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നതാ, മറ്റേത് എളുപ്പമല്ല. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ. ഒരു ശകലം പോലും അനങ്ങാൻ വയ്യാത്ത മനുഷ്യനാ. അപ്പൊ നിങ്ങളുടെ മനസ്സ് അനുസരിച്ച് പ്രയാസമുള്ളത് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നത്. പറഞ്ഞിറങ്ങനെ സംഭവിക്കണമല്ലോ. അപ്പം പ്രയാസമുള്ളത് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ദാ ഞാൻ പറയാൻ പോവാ. ആ മനുഷ്യനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്ക. നമ്മുടെ വായിക്കുന്നത് എന്താണ്? 10ാമത്തെ വാക്യം വായിച്ചാട്ടെ, 10ഉം 11ഉം. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. 2 പ്രസ്താവനകളാണ് യേശു ഇവിടെ നടത്തിയത്. ഒന്ന്, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മറ്റൊന്ന്, കിടക്കയെടുത്ത് നടക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം. പക്ഷവാത രോഗിയോട്, പക്ഷാഘാതം വന്ന തളർവാദ രോഗിയോട്, പരിശ്ചിതം കിടപ്പിലായിരിക്കുന്നയാളിനോട് യേശു പറഞ്ഞ 2 കാര്യങ്ങൾ. ആദ്യം പറഞ്ഞത് പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അത് അദൃശ്യമാണ്, കാണാനൊക്കാത്തതാ. അതിന് ലക്ഷണങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല, ഒരു തെളിവില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞതിന് തെളിവുണ്ട്. അവരുടെ കൺമുൻപിൽ സംഭവിക്കണം. അതുകൊണ്ട് പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് നമ്മുടെ ഈ സമയത്ത് വയറ്റിലെ മുഴ മാറി എന്ന് പറയാൻ എളുപ്പമാണ്. അതേസമയം പുറമെയുള്ള ഒന്ന് മാറി എന്ന് പറയാൻ ഇന്നത്തെ അത്ഭുത രോഗശാന്തിക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കാണാൻ കഴിയാത്ത പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞത് ദൈവദൂഷണമാണെന്ന് അവർ പറയുന്നെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഈസിയാ, എനിക്കും പറയാൻ പറ്റും. എന്നാൽ രണ്ടാമത്തേത് അങ്ങനെ ലളിതമല്ല, നടക്കണം. അത് യേശു പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്ന് സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്നും അതിന് എനിക്ക് അധികാരമുണ്ടെന്നും നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾക്ക് കാണത്തക്ക ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. അതാണ് തളർന്ന് അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന രോഗിയോട് എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. നാം 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വേഴ്സ് 12. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഇത് അക്ഷരികമായി അവരുടെ കൺമുൻപിൽ നടന്നപ്പോൾ ക്രിസ്തു പറഞ്ഞത് അങ്ങനെയേ സംഭവിച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിയാതിരുന്നിട്ടും യേശു പറഞ്ഞത് അങ്ങനെ തന്നെ ആകും എന്ന് വിശ്വസിക്കുവാൻ അവർ നിർബന്ധിതരായി. നമുക്ക് ഈ കഥയോ അല്ലെങ്കിൽ സംഭവമോ അല്ല വിഷയം. അവിടുത്തെ ദൈവത്തിന് മാത്രമുള്ള ഏറ്റവും വലിയ അധികാരം എന്നതാണ് വിഷയം. എന്താണ് അധികാരം?
പാപങ്ങൾ മോചിക്കുവാൻ ഉള്ള അധികാരം. വിശേഷാൽ ആ അധികാരം യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു 2 നിലകളിൽ. ഒന്ന്, അവൻ ദൈവപുത്രൻ എന്ന നിലയിൽ ഇന്നേറ്റായി സ്വാഭാവികമായിട്ട് തന്നെ ആ അധികാരമുണ്ട്. 2 നിലകളിലാണ് യേശുവിന് പാപങ്ങൾ ക്ഷമിക്കുന്നതിനുള്ള അധികാരം. ഒന്ന്, യേശുക്രിസ്തു ദൈവം എന്ന നിലയിൽ, ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിന് സ്വാഭാവികമായിട്ട് തന്നെ പാപങ്ങളെ മോചിക്കുന്നതിനുള്ള അധികാരം ഉണ്ട്. അതുകൂടാതെ സ്തോത്രം, ഒരു കാര്യവും കൂടെ യേശുവിന് അതിന് അധികാരം നൽകുന്നു, അവകാശം നൽകുന്നു. എന്താണെന്നറിയാമല്ലോ? എന്തുകൊണ്ട്? സർവ ലോകത്തിൻ്റെയും പാപത്തിന് യേശുക്രിസ്തു ക്രൂശിൽ പരിഹാരം കണ്ടതുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുന്നതിനുള്ള അധികാരത്തിന് 2 പ്രധാന വശങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ. ഒന്ന്, യേശു ദൈവമാണ് എന്ന സ്വാഭാവികത. അതുകൂടാതെ യേശുവിനെ പാപവിമോചകനാക്കുന്ന ഘടകം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. യേശുവല്ലാതെ മറ്റാരും മനുകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ടില്ല. യേശുവല്ലാതെ മറ്റാരും മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടില്ല. യേശുവല്ലാതെ മറ്റാരും ദൈവനീതിയെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ യേശു മാത്രം സർവലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി തന്നെത്താൻ ക്രൂശിൽ അർപ്പിച്ചതുകൊണ്ട്, യേശുവല്ലാതെ മറ്റൊരാൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്, സ്തോത്രം, യേശുക്രിസ്തുവിന് പാപമോചനത്തിനുള്ള അധികാരം വീണ്ടും ഈ 2ാമത്തെ വിഷയത്തിലും നൽകപ്പെടുന്നു. ഈ 2 നിലകളിലും പിന്നെയുമുണ്ട്. യേശുവിനെ ദൈവം അങ്ങനെ നിയമിച്ചു, അപ്പോയിന്റ്മെന്റ്, അതൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിതത്വം, ദൈവം അവനെ നിയമിച്ചത്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് കൂട്ടിച്ചേർക്കാം. നമ്മൾ അവിടേക്ക് പോകാതെ ഈ 2 പ്രധാന കാരണങ്ങൾ മാത്രം. ദൈവപുത്രൻ എന്ന നിലയിൽ, സ്തോത്രം, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായിരിക്കുന്നു എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. 1-ാമത്തെ അധ്യായം എബ്രായ ലേഖനം 4 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് യേശു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിന് പ്രധാന കാരണം യേശു ദൈവത്തിൻ്റെ പുത്രൻ. അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇന്നലത്തേതിനോട് ചേർത്ത് ഇന്നും നാം ചിന്തിച്ചത്. അതെ, ഈ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി, ദൈവപുത്രനായി, ആരാധ്യനായി, പാപം ക്ഷമിപ്പാൻ അധികാരമുള്ള ഏക കർത്താവായി വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയട്ടെ, പിന്നീടായാലും ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും പാപക്ഷമയ്ക്ക് വേണ്ടി മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ ആരായുന്നവരാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, യേശു അല്ലാതെ പാപവിമോചകനായി മറ്റാരുമില്ല. പാപം ക്ഷമിക്കുന്നതിന്, പാപം പരിഹരിക്കുന്നതിന്
ന്യായം വിധിക്കുന്നതിന് ഒക്കെയുള്ള അധികാരം യേശു ക്രിസ്തുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യേശുവിനെ വിശ്വസിച്ചിട്ടില്ലാത്ത, കർത്താവായി യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തിയിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. കർത്താവായ യേശുവിനെ, അതെ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി ക്രൂശിൽ മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ കർത്താവായും രക്ഷിതാവായും ദൈവമായും പാപവിമോചകനായും ഹൃദയപൂർവം സ്വീകരിക്കുക. ദൈവത്തിൻ്റെ മക്കളായി തീരുക. അങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു എത്രയും വേഗം പാപമോചനം താൻ നിമിത്തം പ്രാപിച്ച വിശുദ്ധന്മാരെ തന്നോട് ചേർക്കുവാൻ വരുന്നു എന്നതിനാൽ ആ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.